മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. അപ്പോ മൊണാലിസ കേരളത്തിൽ വന്നു, കോഴിക്കോട് വന്നു, നമ്മളെല്ലാവരും കണ്ടു. എന്തായാലും നമുക്ക് മൊണാലിസയെ ഒരു ഇന്റർവ്യൂ നടത്താം. ഓക്കെ, അപ്പോൾ മൊണാലിസയോട് നമുക്കൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാൻ പറയാം. പാട്ട് പാടുമായിരിക്കും, എന്തായാലും ചോദിച്ചു നോക്കാം. ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാം, പാട്ട് പാടിയാൽ നമുക്ക് ആ പാട്ട് കേട്ട് തുടങ്ങാം. ഹായ് മാഡം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन, ए वतन ए वतन ए वतन जाने जा जा. എങ്ങനെയായിരിക്കും ഒരു ദിവസം കൊണ്ട് മൊണാലിസ വൈറലായത്? അതെന്തായാലും ബോച്ചനെ കൊണ്ട് ചോദിപ്പിക്കാം, അതാണ് ഇതിന്റെ ശരി. ബോച്ചെ, ഒന്ന് ചോദിക്കാവോ എങ്ങനെയാണ് മൊണാലിസ വൈറലായതെന്ന്? मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया. आज एक दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया. ये कैसे? ഓ, നമ്മളെ ബോച്ച തന്നെ 850 കിലോമീറ്റർ ഓടിയിട്ടാണ് വൈറലായത് കേരളത്തിൽ. എന്തായാലും മൊണാലിസ എങ്ങനെ വൈറലായതെന്ന് നമുക്ക് കേട്ടു നോക്കാം. मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई. പിന്നെ ബോച്ചെ, അവിടെ മാല കച്ചവടം നടത്തുമ്പോഴാണല്ലോ മൊണാലിസ സെലിബ്രിറ്റി ആയത്, വൈറലായത്. ഇപ്പൊ ആ കച്ചവടം അവിടെ തന്നെ ഉണ്ടോന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ? सेलिब्रिटी हो गया ना, इसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते. ആ ഫാദർ മദർ കച്ചവടം വിട്ടുള്ള കളിയില്ല, അത് പാരന്റ്സ് എപ്പോഴും നടത്തുന്നുണ്ട്. ഇത്ര വലിയ സെലിബ്രിറ്റി ഒക്കെ ആയ സ്ഥിതിക്ക് സിനിമയിൽ അഭിനയിക്കാൻ എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ? जिसके डायरेक्टर है सनोज मिश्रा जी, जो मुझे प्रयागराज में भी लेने आए थे. मैं प्रयागराज में नहीं मिली, बहुत लोगों की वजह से, ज्यादा भीड़ की वजह से बहुत परेशान थी. इनकी वजह से हमारे घर आए थे और फिल्म के लिए साइन करवाया. फिल्म का नाम है डी डायरी ऑफ मणिपुर और उनके डायरेक्टर है सनोज मिश्रा जी. ഓ, അത് ശരി, സന്തോഷം, നല്ല കാര്യം. പിന്നെ ബോച്ചന്റെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ബോച്ച ഡബിൾ മീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്. അത് എന്റെ ഭാഗ്യം. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. എന്റെ അമ്മോ പൊന്നു ബോച്ച, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഒന്ന് ക്ഷമി. അപ്പോഴേക്ക് എടുത്തിട്ട് ഡയലോഗ്. അതൊക്കെ പോട്ടെ. അല്ല, നമ്മളെ മൊണാലിസ കുട്ടിക്ക് എന്തെങ്കിലും ലവർ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ചോദിച്ചു നോക്ക്. आपको कोई लवर है? नहीं, कुछ भी नहीं. ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഒന്ന് നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും? പൊളിക്കൂലേ? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും? എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं. അപ്പൊ ഗൈസ് കേട്ടല്ലോ, കേരളത്തിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല. അങ്ങനെ എടുക്കുന്നൊരു സമയം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.